ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ നളന്ദ പുരാതന ഇന്ത്യയിലെ അതിപ്രശസ്തമായ ഒരു സർവകലാശാലയായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര റെസിഡൻഷ്യൽ സർവകലാശാലയായിരുന്നു ഇതെന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് വിദ്യാർത്ഥികൾ ഇവിടെ താമസിച്ചാണ് വിദ്യ അഭ്യസിച്ചിരുന്നത്. നമ്മുടെ ഇന്നത്തെ ഹോസ്റ്റലുകളുടെ പുരാതന രൂപം. ബുദ്ധമത വൈജ്ഞാനിക കേന്ദ്രമായിരുന്നു ഇത്. പറ്റ്നയിൽ നിന്നും 100 മൈൽ ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക്. ഞാൻ പറ്റ്നയിൽ റൂം എടുത്ത് താമസിച്ച ശേഷം ഇന്ന് രാവിലെ 6 മണിയോടെ പറ്റ്നയിൽ നിന്ന് യാത്ര തിരിച്ചതാണ്. ഇക്കുറി എൻ്റെ യാത്രയിൽ ഭാര്യയായ ലാൻസിയും സുഹൃത്തായ റെജി ജോർജും കൂടിയിട്ടുണ്ട്. ചരിത്രം എന്നത് എന്നും എനിക്കൊരു ഭ്രാന്തായിരുന്നതുകൊണ്ട് വായിച്ചുള്ള അറിവും കേട്ടുകേൾവിയും മാത്രമുള്ള ഈ മഹാസംഭവം കാണാൻ തന്നെയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. 5-ാം നൂറ്റാണ്ടിലെ ഗുപ്ത സാമ്രാജ്യത്തിന് കീഴിലാണ് ഇത് പിറവിയെടുക്കുന്നത്. കുമാരഗുപ്തനാണ് ഇതിൻ്റെ പണികൾക്ക് മേൽനോട്ടം വഹിച്ചതെന്ന് പറയപ്പെടുന്നു. കവാടം മുതൽ ഇങ്ങോട്ടേക്ക് ഇരുവശങ്ങളിലും ഇത് ചരിത്രം എഴുതിയ ഫലകങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ അതിപ്രശസ്തരായ അധ്യാപകർ ആയിരുന്നു ക്ലാസ്സുകൾ നയിച്ചിരുന്നത്. ലോകമെമ്പാടുമുള്ള 10,000-ഓളം വിദ്യാർത്ഥികളും 2,000-ഓളം അധ്യാപകരും ഇവിടെ താമസിച്ചായിരുന്നു പഠിച്ചിരുന്നത്. 427 മുതൽ 1797 വരെ നളന്ദ അതിൻ്റെ പ്രൗഢിയോടെ പ്രവർത്തിച്ചു. ഡേവിഡ് ബി സ്പൂണർ, ഹീരാനന്ദ ശാസ്ത്രി, ജെ.എ. പേജ്, എം ഖുറേഷി, സി.ജി. ചന്ദ്ര, എൻ നസീം, അമലാനന്ദ ഘോഷ് എന്നിവരായിരുന്നു ആർക്കിടെക്റ്റുമാർ എന്ന് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഒരു കവാടവും ഉയർന്ന ചുറ്റുമതിലും വേർതിരിച്ച 100 കണക്കിന് കെട്ടിടങ്ങളും അടങ്ങിയ ക്യാമ്പസാണ് ഇത്. 90 ദശലക്ഷം പുസ്തകങ്ങളുള്ള 9 നിലകളുള്ള ഗ്രന്ഥശാലയായിരുന്നു ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ഇത് അഗ്നിക്കിരയാക്കിയപ്പോൾ ദിവസങ്ങളോളം ഈ ഗ്രന്ഥശാല നിന്ന് കത്തി എന്നാണ് പറയപ്പെടുന്നത്. 100 പ്രഭാഷണശാലകളിലായി 10,000-ഓളം വിദ്യാർത്ഥികൾ ഒരേ സമയത്ത് പഠിച്ചിരുന്നു. 12 വർഷമായിരുന്നു വിദ്യാഭ്യാസ കാലയളവ്. കൂടാതെ വിദ്യാഭ്യാസം തീർത്തും സൗജന്യവുമായിരുന്നു. ഇതിൻ്റെ പ്രവർത്തനത്തിന് 100-ഓളം ഗ്രാമങ്ങളിൽ നിന്ന് സഹായം ലഭിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായ ഷാൻ ത്സാങ് ഇവിടെ എത്തുകയും 2 വർഷം ഇവിടെ അധ്യയനം നടത്തുകയും ചെയ്തു. അദ്ദേഹം പിന്നീട് തൻ്റെ പുസ്തകത്തിൽ നളന്ദ സർവകലാശാലയുടെ ഗുണഗണങ്ങളും പഠന നിലവാരവും വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇവിടെ ഒരു സ്മാരക മന്ദിരവും കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ കാണികൾക്ക് പ്രവേശനമുള്ള ചില സമയങ്ങളിൽ മാത്രം നമ്മൾ അകത്തേക്ക് കയറിയാൽ അവിടുത്തെ ചില മ്യൂസിയങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ്. ജസ്റ്റ് വായിച്ചു നോക്കാൻ മാത്രം. വിദ്യാർത്ഥികൾ അകത്തേക്ക് കടക്കും മുൻപ് കാവൽക്കാർ ചില വിഷമകരമായ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിന് വ്യക്തമായ ഉത്തരം നൽകിയാൽ മാത്രമേ ആ നൽകുന്ന വിദ്യാർത്ഥിയെ പഠനത്തിനായി ക്യാമ്പസിനുള്ളിൽ പ്രവേശിപ്പിച്ചിരുന്നുള്ളൂ. അതായത് കാവൽക്കാരായവർ പോലും അറിവിൻ്റെ നിറകുടങ്ങളായിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. തെക്ക് കിഴക്കേ ഏഷ്യ മുതൽ പാണ്ഡിത്യം കൊണ്ട് പ്രശസ്തനായ ശീലഭദ്രനും ഗണിതശാസ്ത്ര പിതാവ് ആര്യഭടനും പ്രശസ്ത ബുദ്ധമത ആയുർവേദ ആചാര്യനായ നാഗാർജുനനുമെല്ലാം ഇവിടുത്തെ അധ്യാപകരായിരുന്നു. 800 വർഷത്തെ ചരിത്രത്തിനിടയിൽ 3 വട്ടം ആക്രമിക്കപ്പെട്ട ഈ സർവകലാശാല 2 വട്ടം പുതുക്കിപ്പണിതു എന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയകാല ഫോട്ടോകളും പുതുക്കിപ്പണിയും മുമ്പുള്ളതും അക്രമത്തിന് ശേഷമുള്ളതുമെല്ലാം ഇവിടെ നിരത്തിവെച്ചത് നമുക്ക് മ്യൂസിയത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ 800 വർഷങ്ങളായി ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. ഏകദേശം 1,50,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കാണപ്പെടുന്നത്. ഹുയാൻ സാങ്ങിൻ്റെ പുസ്തകത്തിലെ വിവരണം വെച്ച് നോക്കിയാൽ സർവകലാശാലയുടെ 90% ഇനിയും ചെറിഞ്ഞെടുത്തിട്ടില്ല. നിലവിൽ ബീഹാർ സർക്കാർ 800 വർഷങ്ങൾക്ക് ശേഷം ഈ സർവകലാശാല പുനർനിർമ്മിച്ചിട്ടുണ്ട്. അമർത്യാസെൻ ചെയർമാനായ സമിതിയാണ് 2009 തായ്ലൻഡിലെ ഹുവാനിൽ നടന്ന ആസിയാൻ ഉച്ചകോടിയിലെ തീരുമാനത്തിന് ശേഷം പുനർനിർമ്മിക്കാൻ നേതൃത്വം നൽകുന്നത്. ചൈന, ജപ്പാൻ, സിംഗപ്പൂർ തുടങ്ങി 6 രാജ്യങ്ങളുടെ സഹായം ഈ പുനർനിർമ്മിതിക്കായി ലഭിക്കുന്നുമുണ്ട്. ഗണിതശാസ്ത്രത്തിന് സുപ്രസിദ്ധമായിരുന്ന സർവകലാശാലയിൽ എന്നാൽ നിലവിൽ ഈ വിഷയം ഉണ്ടായിരിക്കുന്നതല്ല. ഒരു പക്ഷേ ബുദ്ധമത പഠനവും തത്വശാസ്ത്രവും മതതാരതമ്യ പഠനവും സമാധാനം, ബിസിനസ് മാനേജ്മെൻറ്റ്, ഭാഷയും സാഹിത്യവും പരിസ്ഥിതി എന്നിവ വിഷയങ്ങളായേക്കാമെന്നും പറയപ്പെടുന്നു. ചൈന, കൊറിയ, ജപ്പാൻ, ടിബറ്റ്, മംഗോളിയ, ശ്രീലങ്ക, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലുള്ള വിദ്യാർത്ഥികളാണ് പ്രധാനമായും ഇവിടെ പഠിച്ചിരുന്നത് എന്നുകൊണ്ട് തന്നെ ഈ സർവകലാശാലയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഇവരുടെ എല്ലാം സംസ്കാരം പാകിക്കിടപ്പുണ്ട്. നവീന ക്യാമ്പസിന് പ്രശസ്ത വാസ്തുശില്പി
പദം വിഭൂഷൺ ആർ പുരാതന നളന്തയിലെ വാസ്തു പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ പരിസ്ഥിതി സൗഹൃദ വാസ്തുവിദ്യ VB ദോഷ് രൂപകൽപ്പന ചെയ്തതാണ്. 2017 മുതൽ 2023 വരെയാണ് പുതിയ ക്യാമ്പസിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. 455 ഏക്കർ വിസ്തൃതം ഉള്ള സ്ഥലത്താണ് ക്യാമ്പസ് പരന്നു കിടക്കുന്നത്. 2014 സെപ്റ്റംബറിൽ ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നടന്നു. നളന്തയുടെ ഉത്ഖനനത്തിനിടെ 13,000-ലധികം പുരാവസ്തുക്കളാണ് കണ്ടെടുത്തിട്ടുള്ളത്. ഇതിൽ ബുദ്ധൻ്റെ വെങ്കല പ്രതിമകളും ആനക്കൊമ്പുകളും ഒക്കെ പ്രധാനപ്പെട്ടവയായി കരുതുന്നു. 5-ാം നൂറ്റാണ്ടിൽ മിഹിർ കുലയുടെ നേതൃത്വത്തിൽ ഇവിടം ആക്രമിക്കുകയും പിന്നീട് 8-ാം നൂറ്റാണ്ടിൽ ബംഗാളിലെ ഗൗഡ രാജാവിൻ്റെ ആക്രമണം ഉണ്ടായി. കനത്ത നാശനഷ്ടം വിതച്ച ആക്രമണമായിരുന്നു ഗൗഡയുടേത്. പിന്നീട് ഖിൽജി ഇവിടം ആക്രമിക്കുന്ന സമയത്ത് ബുദ്ധമതം ക്ഷയിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ പ്രത്യാക്രമണം ഒന്നും തന്നെ ഉണ്ടായില്ല. മിഹിർകുല കൊള്ളയടിക്കാൻ ആക്രമിച്ചുവെങ്കിൽ ഗൗഡയുടെ ആക്രമണം ബുദ്ധമത വിശ്വാസികൾ തമ്മിലുള്ള വൈരാഗ്യം ആയിരുന്നുവെന്ന് പറയപ്പെടുന്നു. ലോകമൊട്ടാകെ അറിവിൻ്റെ വെളിച്ചം പകിയ ചരിത്രം മണ്ണടിഞ്ഞുമായി ഇവിടെ നിൽക്കുമ്പോൾ നാമും ആ പഴയ കാലത്തേക്ക് തിരിച്ചു പോയതായി തോന്നും. ഈ ചരിത്രം അറിഞ്ഞ ശേഷമാണ് ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഓരോ കെട്ടിടങ്ങൾ കാണുകയും ഇവിടുത്തെ ചരിത്രം വായിക്കുകയും കിണറുകളും പോഡിയങ്ങളും ഹാളുകളും ഹോസ്റ്റൽ മുറികളും എല്ലാം നമ്മെ തീർച്ചയായും കാലഘട്ടത്തിൻ്റെ അങ്ങേ തലക്കിലേക്ക് കൈപിടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ട് പോകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾക്ക് ഒരു ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയില്ല. തികച്ചും ഒരു പുരാതന കാലഘട്ടത്തെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ നിൽക്കുന്ന അതേ പ്രതീതിയിൽ നമുക്ക് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കണ്ടറിയുവാനും ശവകുടീരങ്ങളും അങ്ങനെയുള്ള പല പല സ്ഥലങ്ങളും കിണറുകളും അവരുടെ ഹോസ്റ്റൽ മുറികളിലെ ബെഡുകളായി അന്ന് കോൺക്രീറ്റ് കൊണ്ട് പണിത കെട്ടിടങ്ങളും അല്ലെങ്കിൽ ചുടുകട്ടകൾ പാകിയ പല പല മുറികളുമെല്ലാം കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ കണ്ണും മനസ്സും ഒരുപോലെ നിറയും. താങ്ക് യു.